നമുക്കൊന്ന് കടക്കൽ തിരുവാതിരയ്ക്ക് പോയാലോ? എന്തായാലും ഷോപ്പൊക്കെ അടച്ചിട്ട് കടക്കൽ തിരുവാതിരയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. പോയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്നെല്ലാം ഒന്ന് കണ്ടൊക്കെ വരാനേ പറ്റുള്ളൂ. അപ്പോൾ കടക്കൽ തിരുവാതിരയുടെ ആദ്യത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും, ഒരു രക്ഷയും കാണത്തില്ല. അപ്പം ഞങ്ങളും പോയി അപ്പം എന്താ പറയുന്നത്, ഒക്കെ ഒന്ന് കണ്ട് കറങ്ങിയൊക്കെ വന്നു. അപ്പം നമ്മൾ വേറെ പർച്ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഉത്സവപ്പറമ്പിൽ പോയി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നൊക്കെ രസമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ദിവസം ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, സ്നാക്സ്, അതൊക്കെ ഒരു രസമാണ്. ഇങ്ങനെ ഉത്സവത്തിന് പോവുക, എല്ലാവരും പോവുമല്ലോ, എല്ലാവരുടെ നാട്ടിലെ ഉത്സവങ്ങളുടെ സീസണാണ്, എല്ലാവരും പോകുന്നുണ്ടെന്നറിയാം. അപ്പം നമുക്കും പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോവാറുണ്ട്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടും. ഒരു രസം, ഉത്സവം വൈബല്ലേ. അപ്പോൾ കൊച്ചു കൊച്ചു ഷോപ്പുകളൊക്കെ വെറുതെ വാങ്ങിയാലും ഇല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ ഞങ്ങൾ വാങ്ങത്തുള്ളൂ കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, രസമാണ്. ഒരു എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്സവം എന്ന് പറയുമ്പം എല്ലാവരുടെയും ഒരു മൈൻഡിൽ വരുന്നൊരു സംഭവമുണ്ട്. എപ്പോഴത്തെ പോലെയും നമ്മളൊരു കസ്റ്റമറെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതുപോലെ കസ്റ്റമർ കുട്ടിയായിട്ടോ, ക്യൂട്ട് കുഞ്ഞാവയായിരുന്നു. കുഞ്ഞാവയായിട്ടൊക്കെ ഇച്ചിരി സംസാരിച്ച്, അപ്പോൾ കുറേ നേരം നല്ല മിടുക്കനായിരുന്നു കേട്ടോ. ഒരു ഉമ്മയൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നേച്ചാൽ പോയത്. അപ്പോൾ അവരെ കാണാൻ പറ്റിയത് സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദാഹം, ഐസ്ക്രീം, മിഠായി, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ഐറ്റത്തിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചത് വലിയൊരു സ്റ്റോറിയുമാണ്. അപ്പം നമ്മുടെ കൂടെ അലിയുണ്ട്, ഞങ്ങളുടെ ജെൻസ് സ്റ്റാഫാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കിക്കോണം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഈ കറങ്ങുന്ന സാധനം അത്രേ എനിക്കറിയത്തുള്ളൂ. അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വലിയ ആവേശം കാണിച്ചത്. അപ്പോൾ അലി വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ അലിയും കൂട്ടി. അലി പറഞ്ഞു അലിക്ക് ഭയങ്കര പേടിയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ അലിയാണ് അത് കയറിയിരുന്ന് ഇറങ്ങുന്നിടം വരെ വീഡിയോ പിടിച്ചു. നമ്മൾ കരഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അലിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ മാത്രമേ കാറിക്കൂയുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്നത് അലിയാണ്, ക്യാമറാമാൻ അലിക്കൊപ്പമാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, കണ്ണടച്ചങ്ങോട്ട് ഇരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. നല്ലതായിരുന്നു, തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി. അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. രസമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് താഴോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. കണ്ണടച്ച് കുറേ നേരം ഇരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. നിർത്തുമെന്ന് വിചാരിക്കും, പക്ഷെ നിർത്തത്തില്ല. അതേ സ്പീഡിൽ അവർ വീണ്ടും ഉയർത്തിക്കൊണ്ട് പോകും. അങ്ങനെ ആഗ്രഹം അങ്ങ് തീർന്നു കിട്ടി. ഇനി ഒന്നുകൂടെ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെ തന്നാലും പോകുന്നില്ലെന്ന് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ. എന്തോ അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പം ബോധം വന്നൊരു ഫീലായിരുന്നു. ഞാൻ കണ്ണ് മുറുക്കി അടച്ചിരിക്കുന്ന, താഴോട്ട് നോക്കിയിട്ടേ ഇല്ല. പക്ഷേ അലി ഉഗ്രനായിട്ട് ഫസ്റ്റ് തൊട്ട് നമുക്ക് വീഡിയോസൊക്കെ പിടിച്ച് തന്നുകൊണ്ടേയിരുന്നു. പേടിയാന്ന് പറഞ്ഞാൽ അലിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ധൈര്യത്തോട് വിളിച്ചുകൊണ്ട് പോയ എനിക്കായിരുന്നു പ്രശ്നം കേട്ടോ. അങ്ങനെ ആഗ്രഹം അങ്ങ് സാധിച്ചിട്ട് ഇതാണ് സംഭവം. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ്